അങ്ങനെ നാട്ടിൽ പോകാനുള്ള പെട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹീസുട്ടൻ പോകാറായപ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഇക്കായായിട്ട്. മറ്റേത് എൻ്റെ പുറകെ നടക്കുന്ന ഹീസുട്ടൻ എന്ത് കാര്യത്തിനും വെറുതെ ചുണങ്ങി ഇക്കാടെ പുറകെ തന്നെയായിരുന്നു. നമ്മൾ വരാറായ സമയത്ത് ഇക്കാടെ അടുത്തൊന്നും മാറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇക്കാക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും കരയരുത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നേ. എല്ലായ്പ്പോഴും ഇത് എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. ഹീസു ബേബി വന്നതിന് ശേഷം എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ധൈര്യമാണ് കേട്ടോ. കൂടെയുള്ളത് ഒരു കുഞ്ഞു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായിരിക്കാം. ആ ഒരു ധൈര്യം എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നുണ്ട്. മറ്റേത് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ലോൺലിനെസ് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കുറച്ച് നേരം ഹീസുട്ടൻ എയർപോർട്ടിനകത്ത് ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഇക്ക ബൈ ബൈ പറഞ്ഞ് പോയപ്പോൾ കുറച്ചൊന്ന് ബഹളമൊക്കെ ആയിരുന്നു. ദമാം ടു ട്രിവാൻഡ്രം ഡയറക്റ്റ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമായിരുന്നു. സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാപ്പാടെ പഠിക്കാനുള്ള ശ്രദ്ധയിലായിരുന്നു. വലിയൊരു ബഹളത്തിന് ശേഷം ഹീസുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ടേക്ക് ഓഫ് ആയ സമയത്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിഷമമായത്. ഹീസുട്ടൻ ഇത്രയും നേരം വിഷമിക്കാനുള്ളൊരു ഗ്യാപ്പ് തന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ ബഹളവും കരച്ചിലൊക്കെ ആയിട്ട് അവൻ്റെ പിറകെ തന്നെയായിരുന്നു. പക്ഷേ ആൾ ഉറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നേ. രാവിലെ മുതൽ ഹീസുട്ടൻ്റെ പിറകെ ഓടി ഓടി നല്ല ക്ഷീണമായതുകൊണ്ടും പുലർച്ചെ 2 മണിയായതുകൊണ്ടും നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയൊരു മയക്കം ഞാനും പാസ്സാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം.